എനിക്ക് തന്നിരിക്കുന്ന വിഷയം മുസ്ലിം സ്ത്രീ അവകാശം, ഖുർആൻ നിലപാട് എന്നാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ മാതാവ്, ഭാര്യ, പെൺമക്കൾ, സ്ത്രീ എന്ന് പറയുമ്പോൾ മാതാവ്, ഭാര്യ, പെൺമക്കൾ, പല നിലകളിലും സ്ത്രീക്ക് അവകാശമുണ്ട്. SMA ചെയ്ത ദമ്പതികൾ ഏറ്റവും കൂടുതൽ കുറ്റം കേൾക്കുന്നത് അവരുടെ സഹോദരങ്ങളുടെ അവകാശത്തെ നിരാകരിക്കുന്നു എന്നതാണ്. അതായത് ഇസ്ലാം അനുവദിച്ച സഹോദരങ്ങളുടെ അവകാശം അവർ നിരാകരിക്കുന്നു എന്നത്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഖുർആനിൻ്റെ നിലപാടാണ് പറയുന്നത്, ഇസ്ലാമിൻ്റെ നിലപാടല്ല. എന്തുകൊണ്ട്? ഇസ്ലാം എന്നത് ഏകമുഖിയല്ല. ഇസ്ലാമിന് പല മുഖങ്ങളുണ്ട്, പല ഭാവങ്ങളുണ്ട്. ഒരു പ്രണയഗീതം പോലെ ഒഴുകിയെത്തുന്ന സൂഫിസം ഒരറ്റത്തുണ്ട്, അതിതീക്ഷ്ണമായ അസഹിഷ്ണുതയുടെ താലിബാനിസവും മറ്റേ അറ്റത്തുണ്ട്. ഇതിനിടയിൽ സൗമ്യതയുടെ ഇസ്ലാമുണ്ട്, മിതവാദികളുടെ ഇസ്ലാമുണ്ട്, തീവ്രതയുടെ ഇസ്ലാമുകളുണ്ട്. ഇവരെല്ലാം അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഖുർആൻ. ആ ഖുർആൻ എന്തു പറയുന്നു എന്നാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളുടെ നിലപാട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഖുർആനിൻ്റെ നിലപാട്, രണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ നിലപാട്. ആദ്യമായി ഖുർആനിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഖുർആനിൽ 6200 ആയത്തുകളുണ്ട്, വേഴ്സസ്. അതിൽ 3 വേഴ്സസാണ് അനന്തരാവകാശത്തെപ്പറ്റി പറയുന്നത്. ഈ 3 ആയത്തുകളും സൂറത്ത് നിസായിലാണ്. 4:11, 4:12, 4:176. ഇതിൽ 4:12 സഹോദരങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ആ ഭാഗം ഞാനിവിടെ ഒന്ന് വായിക്കാം. I'll be quoting Abdullah Yusuf Ali, English translation. Why Abdullah Yusuf Ali? ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കോംപ്രിഹെൻസീവ് ട്രാൻസ്ലേഷൻ എന്ന് പറയാവുന്നതാണ് അബ്ദുല്ല യൂസഫ് അലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഷാബാനു കേസിൽ ഉദ്ധരിച്ചതും അബ്ദുല്ല യൂസഫ് അലിയുടെ ട്രാൻസ്ലേഷൻ തന്നെയാണ്. അതുകൊണ്ട് ലെറ്റ് ബി സ്റ്റാർട്ട് വിത്ത് ദ ട്രാൻസ്ലേഷൻ ബൈ അബ്ദുല്ല യൂസഫ് അലി. ഇഫ് ദ മാൻ ഓർ വുമൺ whose inheritance is in question has left neither ascendants nor descendants, but has left a brother or sister, each one of the two gets a sixth, but if more than two, they share in a third. ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. മരണപ്പെട്ട പുരുഷനോ സ്ത്രീക്കോ ജീവിച്ചിരിക്കുന്ന മുൻഗാമികളോ പിൻഗാമികളോ ഇല്ലെങ്കിൽ, അണ്ടർലൈൻ ദ വേർഡ് ഇല്ലെങ്കിൽ, മരണപ്പെട്ട പുരുഷനോ സ്ത്രീക്കോ ജീവിച്ചിരിക്കുന്ന മുൻഗാമികളോ പിൻഗാമികളോ ഇല്ലെങ്കിൽ മരണപ്പെട്ട സഹോദരനും സഹോദരിക്കും 6-1 ലഭിക്കണം. സഹോദരങ്ങൾ 2-ൽ കൂടുതലെങ്കിൽ അവർക്ക് 3-1 ലഭിക്കും. മുൻഗാമി എന്നാൽ ആര്? മുൻഗാമി എന്നാൽ മാതാവ്, പിതാവ്, പിതാമഹർ. പിൻഗാമി എന്നാൽ മകൻ, മകൾ, പേരക്കുട്ടികൾ. So what I wish to stress is that the inheritance right to a brother and sister is a conditional clause. വ്യവസ്ഥകൾക്ക് വിധേയമായ ഒരു നിയമമാണിത്. വാട്ട് ഈസ് എ കണ്ടീഷണൽ ക്ലോസ്? ഞാൻ അതിന് 2 എക്സാമ്പിൾസ് പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും.
Upon driving, if you overtake through the left side, you will be penalized. വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. ഇതിലെ കണ്ടീഷൻ ഏതാണ്? ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷൻ, ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യുകയാണ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പിഴ ഒടുക്കേണ്ടി വരുള്ളൂ. എനി വേർഡ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഇഫ് അല്ലെങ്കിൽ അഥവാ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അതാണ് ആ കണ്ടീഷൻ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനുശേഷം വരുന്ന ക്ലോസിന് പ്രസക്തിയുള്ളൂ. I'll cite another example. Upon writing exam, if you score 50%, you will be considered as passed. പരീക്ഷയിൽ നിങ്ങൾക്ക് 50% ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിജയിയായി കണക്കാക്കും. ഇതിൽ കണ്ടീഷൻ ഏതാണ്? 50% ലഭിച്ചിട്ടുണ്ടെങ്കിൽ 50% ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കും. ഒരു സ്റ്റുഡൻറ്റ് വന്ന് പറയുന്നു, പരീക്ഷ എഴുതിയതിൽ എന്നെ വിജയിയായി കണക്കാക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കണ്ടീഷൻ 50% ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വിജയിച്ചതായി കണക്കാക്കൂ. നൗ കമ്മിങ് ബാക്ക് ടു ദ അതർ സ്റ്റേറ്റ്മെൻറ്റ്, മരണപ്പെട്ട പുരുഷനോ സ്ത്രീക്കോ ജീവിച്ചിരിക്കുന്ന മുൻഗാമികളോ പിൻഗാമികളോ ഇല്ലെങ്കിൽ എന്നതാണ് ക്ലോസ്. ജീവിച്ചിരിക്കുന്ന മുൻഗാമികളോ പിൻഗാമികളോ ഇല്ലെങ്കിൽ സഹോദരിക്കും സഹോദരനും 6 ലഭിക്കണം. ഇനി ഞാൻ ഇതേപ്പറ്റിയുള്ള മലയാളത്തിലെ പരിഭാഷകൾ പരിശോധിക്കാം. ഒന്ന്, അബുൽ അഅ്ല മൗദൂദി. സ്വത്ത് ഭാഗിക്കേണ്ട സ്ത്രീയോ പുരുഷനോ മക്കളില്ലാത്തവനും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തവനുമാണ്. അയാൾക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ട്. അവരിൽ ഓരോരുത്തർക്കും 6 ലഭിക്കണം. 2, അമാനി തസ്വീർ ബൈ അമാനി മൗലവി. അതിൽ പറയുന്നു, അമാനി തസ്വീർ പറയുന്നു, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ കലാലത്തായി ബ്രാക്കറ്റിൽ പിതാവും മക്കളും ഇല്ലാതെ അനന്തരം എടുക്കപ്പെടുകയും അയാൾക്ക് ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അപ്പോൾ അവർ രണ്ടിൽ ഓരോരുത്തർക്കും 6 ഉണ്ടായിരിക്കും. 3, അൽ ബയാൻ ഫി മഈനിൽ ഖുർആൻ പരിഭാഷ ബൈ മുൻ വലിയ ഖാദി കോഴിക്കോട്. അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. പിതാക്കളും സന്താനങ്ങളും ഇല്ലാത്ത ആൾക്കാണ് കലാല എന്ന് പറയുന്നത്. 4, CN അഹമ്മദ് മൗലവി. അദ്ദേഹവും ഇതേ പരിഭാഷ തന്നെയാണ് നൽകുന്നത്. 5, CH മുസ്തഫ മൗലവി അകംപൊരുൾ. ഖുർആൻ മാനവിക വ്യാഖ്യാനം. മക്കളില്ലാത്ത മരണപ്പെട്ട പുരുഷനോ സ്ത്രീക്കോ ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരോരോരുത്തർക്കും 6 ലഭിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാക്കാനുള്ള കാര്യം, ഇത് ഒരു കണ്ടീഷണൽ ക്ലോസ്, വ്യവസ്ഥകൾക്ക് വിധേയമായ കാര്യമാണ്. വ്യവസ്ഥ എന്നത് മുൻഗാമി അല്ലെങ്കിൽ പിൻഗാമി ഇല്ല എന്ന അവസ്ഥയിൽ മാത്രമേ സഹോദരങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. സഹോദരങ്ങളുടെ അവകാശം, മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ നിലപാട്. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 2 തരം മുസ്ലിം വ്യക്തി നിയമമുണ്ട്. സുന്നി മുസ്ലിം വ്യക്തി നിയമം, ഷിയ മുസ്ലിം വ്യക്തി നിയമം. ഇന്ത്യയിൽ ഇന്ന് 21 കോടി മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3.5 കോടി. അപ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 6 ഇരട്ടിയോളം, 6 മടങ്ങോളം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്.
ഇന്ത്യയിലെ 21 കോടി മുസ്ലിങ്ങളിൽ ഏകദേശം 10 മുതൽ 15% വരെ ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങൾ ഏകദേശം 2.5 കോടിയോളം വരും. ഇവർ തമ്മിലുള്ള വ്യത്യാസം, തിയററ്റിക്കൽ ഡിഫറൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയററ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ ഇവിടെ 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം പുരുഷൻ, നമുക്ക് ഇദ്ദേഹത്തെ അബ്ദുള്ള എന്ന് വിളിക്കാം. ആ മുസ്ലിം പുരുഷൻ മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ, 3 മക്കൾ, 2 സഹോദരങ്ങൾ. അദ്ദേഹം സുന്നിയാണോ, സുന്നി മുസ്ലിമാണോ, ഷിയ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ ഇവിടെ വ്യത്യാസമില്ല. ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് മകനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസറ്റ്, ടോട്ടൽ അസറ്റ് 1 കോടി എന്ന് നമുക്ക് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശം എങ്ങനെയായിരിക്കും വിഭജിക്കപ്പെടുക? 1 കോടി അസറ്റ് 8/1 ഭാര്യയ്ക്ക്, അതായത് 12.5 ലക്ഷം ഭാര്യയ്ക്ക് ലഭിക്കും. ബാക്കി വരുന്ന 87.5 ലക്ഷം മക്കൾക്കായി വീതിക്കപ്പെടുന്നു. ഇത് സുന്നിയാണെങ്കിലും ഷിയ ആണെങ്കിലും ഇതിനകത്ത് വ്യത്യാസമില്ല. നമ്പർ 2, ഷിയ മുസ്ലിം മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ, 3 പെൺമക്കൾ, 2 സഹോദരങ്ങൾ. ഒരു ഭാര്യ, 3 പെൺമക്കൾ, 2 സഹോദരങ്ങൾ. സ്വത്ത് എന്ന വാചകം അനന്തരം എങ്ങനെ വിഭജിക്കപ്പെടുന്നു? ഭാര്യയ്ക്ക് 8/1 അഥവാ 12.5 ലക്ഷം. ഈ 3 പെൺമക്കൾക്കുമായി ബാക്കി 87.5 ലക്ഷം. സഹോദരങ്ങൾക്ക് ഒന്നും ലഭിക്കുകയില്ല. സിറ്റുവേഷൻ നമ്പർ 3, ഒരു സുന്നി മുസ്ലിം പുരുഷൻ മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ, 3 പെൺമക്കൾ, 2 സഹോദരങ്ങൾ. എങ്ങനെയായിരിക്കും അനന്തരം വിഭജിക്കപ്പെടുക? ഭാര്യയ്ക്ക് 8/1 അഥവാ 12.5 ലക്ഷം. 3 പെൺമക്കൾ കൂടി 2/3 66.5 ലക്ഷം. അപ്പോൾ ഭാര്യയ്ക്ക് 12.5 ലക്ഷം, പെൺമക്കൾക്ക് 3 പേർക്കുമായി 66.5 ലക്ഷം. ടോട്ടൽ ഇറ്റ് കംസ് ടു 79 lakhs. ഈ 1 കോടിയിലെ ഈ 79 lakhs കഴിഞ്ഞ് ബാക്കിയുള്ള 21 ലക്ഷം സഹോദരങ്ങൾക്ക് ചെന്ന് ചേരും. അതായത് 12.5 ലക്ഷം ഭാര്യയ്ക്ക്, 66.5 ലക്ഷം പെൺമക്കൾക്ക്, ബാലൻസ് 21 ലക്ഷം സഹോദരങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്, ഷിയ നിയമത്തിൽ പെൺമക്കൾക്ക് ഭാര്യ കഴിഞ്ഞിട്ടുള്ള ബാക്കി അവകാശമായ 87.5 ലക്ഷം എങ്ങനെ പെൺമക്കൾക്ക് മാത്രമായി കൊടുക്കാൻ സാധിച്ചു? അതെങ്ങനെ സാധിച്ചു എന്നതിൻ്റെ തിയറി ഭാഗം, ഇനി ആ തിയറി ഭാഗം, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതിൻ്റെ തിയറി ഭാഗം ഞാൻ പറയാം. ഷിയ ലോ ക്ലാസിഫൈസ് റിലേറ്റീവ്സ് ഇൻറ്റു 3 classes. 3 ക്ലാസ്സുകളായിട്ടാണ് അനന്തരാവകാശികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസ് 1 പാരൻസ്, മാതാപിതാക്കൾ. ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. ക്ലാസ് 1, please note, class 1, 2 group. 1 is parents, 2 is children and grandchildren. Goes in a vertical line. Class 2, brothers, sisters and grandparents. Part of it goes in a horizontal direction. Brothers, sisters and grandparents. That is class 2. Class 3, aunts, aunts, uncle and cousins. Class 1 goes vertically. അതിൽ മാതാവ്, പിതാവ്, മക്കൾ, പേരക്കുട്ടികൾ. ക്ലാസ് 2, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് പാരൻറ്റ്. ക്ലാസ് 3,
aunt, cousins, etc. ഇതിൽ ഒരു നിയമം അവർ ഫോളോ ചെയ്യുന്നത്, ദി പ്രസൻസ് ഓഫ് എ പ്രോക്സിമേറ്റ് റിലേഷൻ നെഗേറ്റ്സ് ദ റൈറ്റ് ഓഫ് എ ഡിസ്റ്റൻറ്റ് റിലേഷൻ. അതായത് ക്ലാസ് 1 ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ക്ലാസ് 2 അവകാശം ലഭിക്കുകയില്ല. ക്ലാസ് 2 ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ക്ലാസ് 3 അവകാശം ലഭിക്കുകയില്ല. ഇനി ഇവർക്ക് ഇതെങ്ങനെ സാധ്യമായി എന്ന് പറയാം. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ 8-1 ഭാര്യയ്ക്ക് ലഭിച്ചു. അത് 12.5 ലക്ഷം ഭാര്യയ്ക്ക് ലഭിച്ചു. ഫിക്സഡ് ഷെയർ, നിശ്ചിത ഓഹരി എന്ന നിലയിൽ പെൺമക്കൾക്ക് 2/3 അവകാശം ലഭിക്കും. അതായത് പെൺമക്കൾക്ക് 66.5 ലക്ഷം നിശ്ചിത ഓഹരി അവഹാരി, ഫിക്സഡ് ഷെയർ ഇൻഹെറിറ്റർ എന്ന നിലയിൽ ലഭിക്കും. പിന്നെ ബാക്കിയുള്ളത് 21 ലക്ഷം. ദിസ് 21 ലക്ഷം ബാലൻസ് ഈസ് ആൾസോ കോൾഡ് റെസിഡ്യൂ ഓർ റെസിഡ്യൂറി. ബാലൻസ് ഷെയർ, ഈ ബാലൻസ് ഷെയർ ഹാസ് ടു ഗോ ടു സംവൺ. ആർക്കെങ്കിലും പോകണമല്ലോ. ക്ലാസ് 1 പെൺമക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഷെയർ ക്ലാസ് 1 പെൺമക്കൾക്ക് തന്നെ തിരിച്ചു ചെല്ലും. അതായത് പെൺമക്കൾക്ക് ഫിക്സഡ് ഷെയർ ഇൻഹെറിറ്റർ എന്ന നിലയിൽ 66.5 ലക്ഷവും ബാലൻസ് ഷെയർ ഇൻഹെറിറ്റർ എന്ന നിലയിൽ 21 ലക്ഷവും അവർക്ക് തന്നെ ലഭിക്കും. അങ്ങനെ ടോട്ടൽ 87.5 ലക്ഷവും ഈ പെൺമക്കൾക്ക് തന്നെ ലഭിക്കുകയാണ്. സോ ലെറ്റ് മീ സമറൈസ്. ഖുർആൻ വിധി പ്രകാരം സഹോദരങ്ങളുടെ അവകാശം ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അതായത് മാതാപിതാക്കളും പേരക്കുട്ടികളും ഇല്ലാത്ത സന്ദർഭത്തിൽ മാത്രമാണ് സഹോദരങ്ങൾക്ക് അവകാശം വരുന്നത്. 2, ഷിയ മുസ്ലിം നിയമം ഈ ഖുർആൻ വിധി മാനിച്ച് ആൺമക്കൾക്കുള്ളതുപോലെ പെൺമക്കൾക്കും മക്കളുടേതായ അവകാശം നൽകുന്നു. മക്കൾ എന്ന നിർവചനത്തിൽ ആൺമക്കൾ എന്ന് മാത്രമായി അവർ ഒതുക്കുന്നില്ല. മക്കൾ എന്ന നിർവചനത്തിൽ പെൺമക്കളും ആ ഡെഫിനിഷനിൽ തന്നെ വന്നു ചേരുന്നു. 3, സുന്നി നിയമങ്ങൾ ഖുർആൻ വിധിയെ നിരാകരിച്ചുകൊണ്ട് പെൺമക്കൾ മാത്രമുള്ള അവസ്ഥയിൽ സഹോദരങ്ങൾക്ക് അവകാശം നൽകുന്നു. Now, let me take a moment to address all SMA couples. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില SMA ദമ്പതികൾ ഒരുതരം കുറ്റബോധം മനസ്സിൽ പേറി നടക്കുന്നുണ്ട്. അത് അവർ പുറത്ത് പറയുന്നില്ല. അതായത് അവർ ഇസ്ലാമിനെ നിരാകരിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ വിധിയെ നിരാകരിച്ചുകൊണ്ട് അവർ സഹോദരങ്ങളുടെ അവകാശം കവർന്നെടുക്കുകയാണെന്ന്. അത് തെറ്റാണ്. ഖുർആൻ വ്യക്തമായി പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് ആൻ ആംബിഗ്വസ് സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് നോ കൺഫ്യൂഷൻ അബൌട്ട് ഇറ്റ്. ഇസ്ലാം വ്യക്തമായി, ഖുർആൻ വ്യക്തമായി പറയുന്നു, സഹോദരങ്ങളുടെ അവകാശം മക്കൾ ഇല്ലാത്ത അവസ്ഥയിൽ എന്ന് മാത്രമാണ്. സോ they need not carry any prick. So feel relaxed. Be at ease with yourself. You have only followed the Quranic guidelines. ഇനി കുറ്റബോധം തോന്നണം. ആർക്ക് തോന്നണം? ഞാൻ പറയാം. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും സഹോദരങ്ങൾക്ക് അവകാശം വേണം എന്ന് പറയുന്ന പണ്ഡിതർക്കും വ്യക്തികൾക്കും കുറ്റബോധം തോന്നണം.